تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. ഘടികാരസൂചി അനുസ്യൂതം കുതിക്കുകയാണ്. സെക്കൻഡുകൾ വർഷങ്ങളായി മാറുന്നത് നാം അറിയുന്നേയില്ല. കറുത്ത മുടികൾ നരച്ചു തുടങ്ങുന്നു. ചർമ്മത്തിൽ ചുളിവുകൾ വീണു തുടങ്ങി. കാലം അതിവേഗം നമ്മയും കൊണ്ട് യാത്ര നടത്തുകയാണ്. ചുമരിൽ തൂങ്ങിയാടുന്ന കലണ്ടറിലെ ഏതോ ഒരു തീയതി വരെ ഈ യാത്ര തുടരും. അന്ന് ക്ഷണിക്കാതെ എത്തുന്ന അതിഥി നമ്മെ പിടിച്ചിറക്കിക്കൊണ്ടുപോകും. ഇതിൻ്റെ ദിവസം, സമയം, സ്ഥലം ഒന്നും ഒരാൾക്കും അറിയില്ല. പക്ഷേ മരണമെന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് സർവരും വിധേയമാകും. തീർച്ച. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. സുഹൃത്തെ, എങ്കിൽ ഇരുട്ടിൽ തെളിഞ്ഞു കത്തി എരിഞ്ഞു തീരുന്ന മെഴുകുതിരി പോലെയല്ലേ നമ്മുടെ ജീവിതവും? ഭൂമിയിൽ ഓരോ നിമിഷവും 1000 ജന്മങ്ങൾ നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നു. അതിൽ കൈക്കുഞ്ഞു മുതൽ വയോവൃദ്ധൻ വരെയുണ്ട്. നിശ്ചയിക്കപ്പെട്ട നേരം തെറ്റാതെ മോഹങ്ങളുടെ അന്തകൻ എത്തിച്ചേരുന്നു. മരണത്തിൻ്റെ കൈകളിൽ നിന്ന് ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. എന്നാൽ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത്? നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. നാം ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ. പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കെന്തുകൊണ്ട് ജീവൻ മടക്കി എടുക്കാനാവുന്നില്ല? നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. അവസാനം പൊതുദർശനത്തിന് വെച്ച താങ്കളുടെ നിശ്ചലമേനി നിറമിഴികൾ കണ്ടുതീരുമ്പോൾ, സാവകാശം അത് വീടിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ, നീണ്ട വർഷങ്ങൾ കൊണ്ട് നേടിയതെല്ലാം മറ്റു ചിലരുടേതായിത്തീർന്നു. വീട്, പറമ്പ്, വാഹനം, ബാങ്ക് ബാലൻസ് തുടങ്ങിയെല്ലാം ചിലപ്പോൾ കൂടെ ഉറങ്ങിയ ഇണ പോലും. പാതയോരങ്ങളിലൂടെ പതിയെ താങ്കളുടെ നിശ്ചല ശരീരം ചുമലിൽ വഹിച്ചു നീങ്ങുന്ന മക്കൾക്കും ബന്ധുക്കൾക്കുമായി പലതും താങ്കൾ ബാക്കി വെച്ചു. തലമുറകൾക്ക് ഉല്ലസിച്ച് ജീവിക്കാനുള്ളത് നാം സമ്പാദിച്ചുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ 3 കഷ്ണം പരുത്തിത്തുണിയല്ലാതെ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് സഹോദര? يا
أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. മരണത്തോടെ അനശ്വര ജീവിതത്തിന്റെ തുടക്കമാവുകയാണ്. കുറ്റിച്ചെടികൾക്കിടയിൽ, കല്ലറയിൽ, 3 കഷ്ണം തുണിയിൽ, ചെറിയ ഒരു ചാലിൽ ചെരിഞ്ഞു കിടക്കുന്നു. കൂട്ടിന് ഇരുട്ടുമാത്രം. ജീവിതഘട്ടങ്ങളിലെ കർമ്മങ്ങൾക്കനുസരിച്ച സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇനി ഇസ്രാഫീൽ വിളിച്ചുണർത്തുന്നതുവരെ ഇവിടെ കഴിയുക തന്നെ. ഒന്നുകിൽ അവർണ്ണനീയ ആനന്ദങ്ങളുടെ സ്വർഗലോകം കണ്ട്, അല്ലെങ്കിൽ കൊടും ശിക്ഷകളുടെ നരകത്തീ കണ്ട്. ഇതൊന്നും ഓർക്കാൻ ഒരാൾക്കും അവസരം ലഭിക്കുന്നില്ല. കുതിച്ചോടുകയാണ് മനുഷ്യൻ. കുടിലും കൊട്ടാരവും നാടും നഗരവും ചെറിയവരും വലിയവരുമെല്ലാം തിരക്കിലാണ്. നൈമിഷികതകളിൽ സ്വയം ലയിച്ച് മനുഷ്യൻ ആമോദിക്കുന്നു. മരണം വാതിൽ തുറക്കുന്ന ജീവിതഘട്ടം മുന്നിൽ കണ്ട് ഇവിടെ അസ്വസ്ഥരാകുന്നത് ആരാണ്? പഠിച്ചും ചിന്തിച്ചും എത്ര പേർ തീരുമാനമെടുക്കുന്നു? ഭൗതിക വിഷയങ്ങളുടെ പഠനം, സ്വന്തം ജീവിതമാർഗം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന തെളിഞ്ഞ ബുദ്ധി സ്വർഗത്തിന്റെ അജണ്ടയ്ക്ക് കൂടി വിനിയോഗിക്കാൻ നാം തയ്യാറാകണം. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أولئك كالأنعام بل هم أضل أولئك هم الغافلون. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുകയില്ല. അവർ കാലികളെപ്പോലെയാകുന്നു. അല്ല, അവരാണ് കൂടുതൽ പിഴച്ചവർ. അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. നോക്കൂ, പഴവും പച്ചക്കറിയും മത്സ്യവും മാംസവും നാം വാങ്ങുന്നത് എത്ര പരിശോധനകൾ നടത്തിയാണ്? വീട് നിർമ്മാണത്തിന് എന്തെല്ലാം നിലയ്ക്കുള്ള അന്വേഷണമാണ് നടത്തിയത്? എന്നാൽ നമ്മുടെ മതപരമായ കാര്യങ്ങളോ? മതത്തിൽ തർക്കമായി നിലനിൽക്കുന്ന വിഷയങ്ങളിൽ താങ്കൾ സ്വീകരിച്ച നിലപാട് ചിന്തിച്ചും പഠിച്ചും എടുത്തതാണോ? ചിലർ കേൾക്കുകയേ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഖുർആനിലും സുന്നത്തിലും നോക്കി വസ്തുത അപഗ്രഥിക്കുന്നതിന് പകരം കാരണവന്മാരുടെ ചരിത്രം നോക്കുന്നു. വേറെ ചിലർ അടിപിടിയും ബഹളവുമുണ്ടാക്കുന്നു. മറ്റു ചിലർക്ക് നാട്ടുകാരെയും മഹല്ല് കമ്മിറ്റിയെയും പേടിയാണ്. പ്രാരാബ്ധങ്ങളും ജീവിതായോധന മാർഗങ്ങളും പഠനവും അന്വേഷണവും മുടക്കുന്നവരും ഇല്ലാതില്ല. സുഹൃത്തെ, കേൾക്കാനും പഠിക്കാനും തയ്യാറല്ലാത്തവരുടെ ആത്മകഥകൾ അന്ന് നരക കവാടത്തിൽ ഉയർന്നു കേൾക്കും. നാം പഠിച്ചിരുന്നെങ്കിൽ എന്ന ദയനീയ രോദനം നമുക്കുണ്ടാവരുത്. അതെ, താങ്കൾക്ക് ഇത് പറയേണ്ടി വരരുത്. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്നും അവർ പറയും. നമ്മുടെ പ്രപിതാക്കൾ അപ്രകാരം ചെയ്തില്ലല്ലോ എന്നതാണ് ചിലരുടെ ന്യായം. എന്നാൽ ഇതൊരു മുസ്ലിമിന് രക്ഷ നൽകുന്ന ചിന്തയാണോ? തിരുദൂതർ അപ്രകാരം ചിന്തിച്ചിരുന്നോ? സ്വഹാബികൾ അപ്രകാരം ചിന്തിച്ചിരുന്നോ? ഇല്ല. മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളായ മക്കയിലെ അവിശ്വാസികളെക്കുറിച്ച് ഖുർആൻ പറയുന്നത് കേൾക്കുക.
وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ. അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരുവിൻ എന്നവരോട് പറയപ്പെട്ടാൽ, ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു നിലപാടിലാണോ ഞങ്ങൾ കണ്ടെത്തിയത് അതു മതി ഞങ്ങൾക്ക് എന്നായിരിക്കും അവർ പറയുക. അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമായിരുന്നാൽ പോലും. മറ്റൊരു വചനം നോക്കൂ. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا وَجَدْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ الشَّيْطَانُ يَدْعُوهُمْ إِلَى عَذَابِ السَّعِيرِ. അള്ളാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിന്തുടരൂ എന്നവരോട് പറയപ്പെട്ടാൽ, അല്ല, ഞങ്ങളുടെ പിതാക്കൾ എന്തൊന്നിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടുവോ അതിനെയാണ് ഞങ്ങൾ പിന്തുടരുക എന്നായിരിക്കും അവർ പറയുക. പിശാച് ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്കാണ് അവരെ ക്ഷണിക്കുന്നതെങ്കിൽ പോലും. ഇഷ്ടപ്പെടുന്ന നേതാക്കളും മതവിഷയങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നവരും എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കി തീരുമാനങ്ങൾ എടുത്തവർ വിചാരണവേദിയിൽ നടത്തുന്ന വിലാപങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നു. നാളെ അത്തരക്കാരുടെ ഗണത്തിൽ അകപ്പെടുന്ന ഗതികേട് നമുക്കുണ്ടാകുമോ? وَقَالُوا رَبَّنَا إِنَّا أَطَعْنَا سَادَتَنَا وَكُبَرَاءَنَا فَأَضَلُّونَا السَّبِيلَا رَبَّنَا آتِهِمْ ضِعْفَيْنِ مِنَ الْعَذَابِ وَالْعَنْهُمْ لَعْنًا كَبِيرًا. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖന്മാരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണുണ്ടായത്. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ രണ്ടിരട്ടി ശിക്ഷ നൽകുകയും അവർക്ക് നീ വൻ ശാപമേൽപ്പിക്കുകയും ചെയ്യണമേ. തക്ബീർ മുഴക്കി മാത്രം സ്വീകരിച്ച നേതാക്കളെ അണികൾ തള്ളുന്ന സന്ദർഭമാണത്. കാൽ തൊട്ട് വണങ്ങിയവരും കൈമുത്തിയവരുമെല്ലാം സ്വയം ശപിക്കുന്ന ഘട്ടം. അറിഞ്ഞ സത്യങ്ങൾ ജീവിതമാക്കുക വഴി നമുക്ക് നേരിടേണ്ടി വരുന്ന എന്തും പുണ്യമാണ്. റബ്ബിന്റെ സഹായം നമുക്കുണ്ട്. അല്ല, അത് സത്യത്തിന്റെ കൂടെ നിന്നവർക്ക് മാത്രമാണ്. ഭാര്യ, കുടുംബം, മക്കൾ, നാട്ടുകാർ ഇവർക്കെല്ലാം വേണ്ടി നാം ദീനിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഈ വചനങ്ങൾ ഒന്നുകൂടി മനസ്സിരുത്തുക. وَلَا يَسْأَلُ حَمِيمٌ حَمِيمًا يُبَصَّرُونَهُمْ يَوَدُّ الْمُجْرِمُ لَوْ يَفْتَدِي مِنْ عَذَابِ يَوْمِئِذٍ بِبَنِيهِ وَصَاحِبَتِهِ وَأَخِيهِ وَفَصِيلَتِهِ الَّتِي تُؤْوِيهِ وَمَنْ فِي الْأَرْضِ جَمِيعًا ثُمَّ يُنْجِيهِ. ഒരുറ്റ ബന്ധുവും മറ്റൊരു ഉറ്റ ബന്ധുവിനോട് യാതൊന്നും ചോദിക്കുകയില്ല. അവർക്ക് അന്യോന്യം കാണിക്കപ്പെടും. തൻ്റെ മക്കളെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുറ്റവാളി ആഗ്രഹിക്കും. തൻ്റെ ഭാര്യയെയും സഹോദരനെയും തനിക്ക് അഭയം നൽകിയിരുന്ന തൻ്റെ ബന്ധുക്കളെയും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും, എന്നിട്ട് അതവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന്. വിവാദ വിഷയങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യാൻ കഴിയണം നമുക്ക്. തർക്കത്തിനും ബഹളത്തിനും ഞാനില്ല. വിവാദങ്ങൾ എനിക്ക് കേൾക്കേണ്ട എന്ന് പറയുന്ന ചിലരുണ്ട്. അവർക്ക് ഭിന്നതകളിലെ ശരികളിൽ എത്തിപ്പെടാനാവുന്നില്ല. ഭിന്നതകളിൽ പലതും മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ തന്നെയാണ്. എന്നാൽ ഇത്തരക്കാർ രാഷ്ട്രീയ, സാമൂഹിക, കുടുംബരംഗങ്ങളിൽ സംഭവിക്കുന്ന തർക്കങ്ങളിലും വിവാദങ്ങളിലും വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്.
പത്രവായനയും ടെലിവിഷൻ വാർത്തകളും വിഷയങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ടാക്കാൻ നാം അവലംബിക്കുന്നു. സത്യാന്വേഷണത്തിന് മുമ്പിൽ വിലങ്ങ് തീർക്കുന്ന ഇത്തരം വീക്ഷണ വികലതകൾ നമ്മെ ഗ്രസിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ട ദൈവിക മാർഗദർശനം നാം സ്വീകരിക്കുക. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുക, അല്ലാഹുവിൻ്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. സുഹൃത്തെ, എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് നമുക്കെന്തറിയാം? സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പൂർണ്ണമായി നമുക്കറിയാമോ? നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന വചനങ്ങളുടെ അർത്ഥം നമുക്കറിയുമോ? എനിക്ക് പഠിക്കാനാവുമോ? എനിക്ക് അറബി ഭാഷയിലുള്ള ഗ്രന്ഥക്കെട്ടുകൾ നോക്കി സത്യം ഗ്രഹിക്കാനാകുമോ എന്നാണോ സംശയം? എങ്കിൽ ഖുർആൻ പറയുന്നത് കേൾക്കുക. وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُّدَّكِرٍ. തീർച്ചയായും ആലോചിച്ചു മനസ്സിലാക്കുവാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ? സുഹൃത്തെ, അറബിയും ഇതര അടിത്തറകളും പഠിക്കാത്ത ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നു. അവർ സത്യങ്ങൾ കണ്ടെത്തുന്നു. ഇത് സത്യാന്വേഷകന് മുമ്പിൽ ഈ വേദം ലളിതമാണ് എന്നതിൻ്റെ തെളിവല്ലേ? എന്നാൽ ഖുർആൻ പഠനത്തിൽ നിന്ന് നമ്മെ ബോധപൂർവം അകറ്റുന്നത് ആരാണ്? ഈ വരികൾ നോക്കൂ. ഖുർആനിൽ നിന്ന് ഒരായത്തിൻ്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഇനിയും കേൾക്കുക. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അപ്പോൾ പാരായണം നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ് എന്ന് വന്നു. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല. ശരി, ഫാത്തിഹയുടെയും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലത്രേ. എങ്കിൽ അർത്ഥം പഠിക്കുന്നത് സുന്നത്താണോ? പ്രത്യേക സുന്നത്തുമില്ല. രണ്ടാം പ്രമാണം നബിചര്യയല്ലേ? പ്രസ്തുത പ്രമാണം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് എഴുതപ്പെട്ട ഈ വരികൾ നോക്കൂ. 4 മദ്ഹബുകളല്ലാത്തതിനെ അനുഗമിക്കൽ ജായിസ് അല്ല. ഇതൊരു പക്ഷേ സ്വഹാബത്തിന്റെ വാക്കിനോടും സ്വഹീഹായ ഹദീസിനോടും ഒത്തുകണ്ടാലും ശരി. എന്താണ് സ്വഹീഹായ ഹദീസ്? നമ്മുടെ മുത്ത് നബിയുടെ പുണ്യമൊഴികൾ. അത് നിരാകരിക്കപ്പെടുന്നു. അത് സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇവർ തുറന്നെഴുതുന്നു. സ്വഹാബികളെക്കാളും കഴിവുറ്റവരാണോ ഇമാമുകൾ? എന്നാൽ ഇമാമുകൾക്ക് തന്നെ ഹദീസുകൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എന്നും ഇവർ തന്നെ എഴുതുന്നുണ്ട്. ഖുർആനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കുന്നത് നിരുത്സാഹപ്പെടുത്തിയവർ, ഒരു വേള അത് നിഷിദ്ധമാക്കിയവർ, സാധാരണക്കാരൻ ചെയ്യേണ്ടത് എന്ത് എന്നും വ്യക്തമായി നിർദ്ദേശിക്കുന്നു. സാധാരണക്കാരന് മതപണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ. സാധാരണക്കാരുടെ ബാധ്യത പണ്ഡിതൻ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഇനി മതപണ്ഡിതർ പറയുന്നത് എന്താണെന്ന് നോക്കൂ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം മങ്കൂസ് മൗലിദിലുണ്ടല്ലോ, ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിന് തെളിവെന്താണ്? അതിന്റെ ഒന്നാമത്തെ തെളിവ്, സുന്നത്ത് ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ തെളിവ് അത് മങ്കൂസ് മൗലിദ് തന്നെയാണ്. അത് മങ്കൂസ് മൗലിദ് തന്നെയാണ്. മൻകൂസ് മൗലിദ് സമീപ നൂറ്റാണ്ടുകളിൽ മാത്രം രചിക്കപ്പെട്ട, രചിതാവിനെ സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്ന ഒരു വാറോല. ഇതാണത്രേ ഒന്നാം പ്രമാണം. എങ്കിൽ ഇത് രചിക്കപ്പെടുന്നതിന് മുമ്പുള്ള മുസ്ലിങ്ങളുടെ പ്രമാണം എന്തായിരുന്നു? CP ഉസ്താദ് പറയാണ്, ഞാന് അജ്മീർ ഖാദിനെ സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്തിട്ട്
അവിടുന്ന് ഖാദിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു, അതിനു വേണ്ടി സിയാറത്ത് ചെയ്തു. അന്ന് രാത്രി ഖാജയെ ഞാൻ കണ്ടു. ഖാജയോട് ഞാൻ ചോദിച്ചു, എന്നോട് CP ഉസ്താദ് അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. CP ഉസ്താദ് നേരിട്ട് പറഞ്ഞ. ഞാൻ ഖാജയോട് ചോദിച്ചു, ഖാജ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് എന്ന് ഞാൻ ഖാജയോട് ചോദിച്ചു. AP ഉസ്താദിന്റെ സ്ഥാനം ഏതാണ്? അപ്പൊ ഖാജ പറഞ്ഞു, റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഖാജയോട് പറഞ്ഞു, ഇസ്ലാമിന്റെ തൂണാണെന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ, ഔലിയാക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉസ്താദിന് വല്ല സ്ഥാനവുമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഖാജ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഔലിയാക്കൾക്ക്, ഇന്ത്യ രാജ്യത്ത് നിന്ന് മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു ശൂറയുണ്ട്, ഒരു മുശാവറയുണ്ട്. ആ മുശാവറയിൽ ഒരു പ്രധാന അംഗമാണ് AP എന്ന് ഖാജ എന്നോട് പറഞ്ഞു എന്ന് CP ഉസ്താദ് എന്നോട് പറഞ്ഞു. മരണത്തിന് മുമ്പ് ഔലിയ പട്ടം. ഔലിയാക്കളുടെ അന്തർദേശീയ ശുറയിൽ ഈ മഹാൻ പങ്കെടുക്കുന്നത് എങ്ങനെയാണാവോ? ഇത് നാം വിശ്വസിക്കണോ? ഒരു നിമിഷം ചിന്തിക്കൂ. മുസ്ലിം സമൂഹം 73 കക്ഷിയാകുമെന്ന് പഠിപ്പിച്ച തിരുദൂതർ തന്നെ അവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളും നമ്മെ പഠിപ്പിച്ചു. ഞാനും എൻ്റെ സ്വഹാബിമാരും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ ജീവിക്കുന്നവർ എന്നാണ് നബി തിരുമേനി പഠിപ്പിച്ച ആ അടയാളം. ഞങ്ങൾ സുന്നത്ത് ജമാഅത്താണ് എന്ന അവകാശവാദത്തിലാണ് പലരും. കാലഘട്ടങ്ങളായി മുസ്ലിം സമൂഹത്തിൽ തർക്കത്തിലിരിക്കുന്ന ചില വിഷയങ്ങളിൽ പ്രവാചകനും സ്വഹാബത്തും സ്വീകരിച്ച നിലപാട് പരിശോധിക്കുമ്പോൾ നമുക്ക് ചില വെളിച്ചങ്ങൾ ലഭ്യമാകും. 1. അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും സഹായത്തേട്ടവും. അല്ലാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ലെന്നും അവർ ഉത്തരം ചെയ്യില്ലെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതല്ല. ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. സൂക്ഷ്മജ്ഞാനമുള്ളവനെപ്പോലെ നിനക്ക് വിവരം തരാൻ ആരുമില്ല. മാത്രമല്ല, അദൃശ്യം അറിയാൻ അവന് മാത്രമേ സാധിക്കൂ. മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അറിയാനും അവന് മാത്രമേ സാധിക്കൂ. قل لا أملك لنفسي نفعا ولا ضرا إلا ما شاء الله ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء إن أنا إلا نذير وبشير لقوم يؤمنون. നബിയെ പറയുക, എൻ്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്തൽ എൻ്റെ അധീനത്തിൽപ്പെട്ടതല്ല, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. എനിക്ക് അദൃശ്യകാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു. തിന്മ എന്നെ ബാധിക്കുകയുമില്ലായിരുന്നു. ഞാനൊരു താക്കീതുകാരനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷമറിയിക്കുന്നവനും മാത്രമാണ്. എന്നാൽ അല്ലാഹുവല്ലാത്തവരോട് നടത്തപ്പെടുന്ന ഈ വിളിച്ചു പ്രാർത്ഥനകൾ വേദനയോടെ മാത്രമേ നമുക്ക് കേൾക്കാനാവൂ. പ്രവാചകനോട് ഖുർആൻ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നത് കാണുക. قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا قل إني لن يجيرني من الله أحد ولن أجد من دونه ملتحدا. നബിയെ പറയുക, ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അവനോട് യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. പറയുക, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുക എന്നതോ
നേർവഴിയിലാക്കുക എന്നതോ എൻ്റെ അധീനതയിലല്ല. പറയുക, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരാളും എനിക്ക് അഭയം നൽകുകയേ ഇല്ല. തീർച്ചയായും അവന് പുറമെ ഒരഭയസ്ഥാനവും ഞാൻ ഒരിക്കലും കണ്ടെത്തുകയുമില്ല. ഇവിടെ ഒരു ഉസ്താദ് നടത്തുന്ന തിരിമറി നിങ്ങൾ കാണുക. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചോ അല്ലാതെയോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അതിൽ സുന്നികൾക്കോ മുജാഹിദുകൾക്കോ വേറെ ഏതെങ്കിലും വിഭാഗത്തിനോ തർക്കമില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരല്ല സുന്നികൾ, പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നവരാണ് സുന്നികൾ. ഞങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദമില്ല എന്ന് പറയുന്ന ഈ പണ്ഡിതർ തന്നെ സുദീർഘമായ ഒരു കാലഘട്ടം കേരള ജനതയോട് പറഞ്ഞത് മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാം എന്നു തന്നെയാണ്. അപ്പോൾ അന്ന് മരണപ്പെട്ട ആയിരങ്ങൾ പിഴച്ചുപോയവരായിരുന്നു. കൊട്ടപ്പുറം സുന്നി മുജാഹിദ് വാദപ്രതിവാദം പുസ്തകരൂപത്തിൽ ഇന്നും ലഭ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്തുത സംവാദത്തിൽ സുന്നികൾ വാദിച്ചത് എന്തായിരുന്നു? ഈ ഭാഗം കാണുക. കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. മറ്റൊരു പണ്ഡിതന്റെ ഈ പുസ്തകം നോക്കൂ. ചോദ്യം: മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഉത്തരം: അനുവദനീയമാണ്. സമസ്തയിലെ മറ്റൊരു വിഭാഗത്തിന്റെ പ്രസ്താവന കാണുക. സുന്നികൾ ഖബർ സന്ദർശനത്തിന് പോകുന്നത് എന്തിനാണ്? സമസ്ത പത്രം തന്നെ വ്യക്തമാക്കുന്നത് കാണുക. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അത് ശിർക്കോ പാപമോ അല്ല. അത് തുറന്നു പറയുന്നതിൽ എന്താണിത്ര പേടിക്കാൻ? ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ഖബറാളികളോട് അർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം. മാത്രമല്ല, ഈ വാചകമൊന്ന് വായിച്ചു നോക്കൂ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. എന്തുമാത്രം അപകടകരമാണ് ഈ വാദം! മനുഷ്യ ചരിത്രത്തിലൂടെ കടന്നുപോയ ഒരു പ്രവാചകനും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ അവരും ഇബ്ലീസിന്റെ പ്രമേയം സ്വീകരിച്ചവരാണോ? സുഹൃത്തെ, ചിന്തിക്കുക. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത്. മാത്രവുമല്ല, പ്രാർത്ഥനയല്ല സഹായത്തേട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് വേദികളിൽ പറയുന്നവർ ഖബറിന് മുന്നിൽ കാണിക്കുന്ന ഈ കാഴ്ചകൾ പ്രാർത്ഥനയോ അതോ സഹായത്തേട്ടമോ? അത് അജ്ഞരായ സമൂഹമാണ് എന്നാണ് ന്യായമെങ്കിൽ, ഇതാ ഈ കാണുന്ന ദൃശ്യത്തിൽ ഖബറിന് മുന്നിൽ സുജൂദ് നിർവഹിക്കുന്ന ഈ വ്യക്തി സമസ്തയുടെ പ്രമുഖ നേതാവ് വൈലത്തൂർ തങ്ങളല്ലേ? അപ്പോൾ പ്രാർത്ഥനയല്ല സഹായത്തേട്ടമാണ് എന്നൊക്കെ പറയുന്നത് മുജാഹിദുകൾ ഉദ്ധരിക്കുന്ന തെളിവുകൾക്ക് മുമ്പിൽ പതറുമ്പോൾ പറയുന്ന കച്ചിത്തുരുമ്പുകളല്ലേ? സുഹൃത്തെ, മഹല്ലും നാടും ഉസ്താദും ഇല്ലാത്ത ഖബർ നാം മറക്കരുത്. അവിടെ തനിച്ചാണ്. വിചാരണയും ഒറ്റയ്ക്ക് നേരിടണം. അതെ, താങ്കൾ തനിച്ച്. അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്നവരുടെ ദുർബലത ഖുർആൻ വ്യക്തമാക്കുന്നത് കാണുക. ذَلِكُمُ رَبُّكُمْ لَهُ الْمُلْكُ وَالَّذِينَ تَدْعُونَ مِن دُونِهِ مَا يَمْلِكُونَ مِن قِطْمِيرٍ. അവന് പുറമെ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈന്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. പ്രിയ സുഹൃത്തെ, ശിർക്ക് അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആർ അള്ളാഹുവോട് പങ്കു ചേർത്തുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. ശിർക്ക് സംഭവിക്കുന്നതിലൂടെ പ്രവാചകന്മാരുടെ പോലും കർമ്മങ്ങൾ തകർന്നു പോകുമെന്ന് ഖുർആൻ പ്രസ്താവിച്ചത് തന്നെ അതിന്റെ ഗൗരവം മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ്. ذَلِكَ هُدَى اللَّهِ يَهْدِي بِهِ مَن يَشَاءُ مِنْ عِبَادِهِ
ولو أشركوا لحبط عنهم ما كانوا يعملون. അതാണ് അള്ളാഹുവിൻ്റെ മാർഗദർശനം. അത് മുഖേന തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. അവർ പങ്കു ചേർത്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകുമായിരുന്നു. ഈ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എന്തെല്ലാം അനുഭവിച്ചു സലഫികൾ. മുത്തന്നൂർ പള്ളിക്കേസിൻ്റെ ഫയൽ കെട്ടുകൾ ചില ഓർമ്മപ്പെടുത്തലുകൾ ബാക്കിയാക്കി ഇന്നും കോടതി മുറിയിൽ പൊടിപിടിച്ചു കിടക്കുന്നു. അന്ന് സമസ്ത സ്വീകരിച്ച നയം കേൾക്കുക. അതുകൊണ്ട് തന്നെ സമസ്ത രൂപീകൃതമായ ശേഷം സമസ്തയുടെ നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് സമുദായത്തിൽ വിള്ളലുണ്ടാക്കിയ ആളുകളെ ഒറ്റപ്പെടുത്തുക. വിള്ളലുണ്ടാക്കിയ ആളുകളെ ഏതെല്ലാം കോലത്തിൽ ഒറ്റപ്പെടുത്താൻ പറഞ്ഞു? അവരെ കണ്ടാൽ സലാം പറയാതിരിക്കുക, അവർ സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക, അവരുടെ അംഗസംഖ്യ വർദ്ധിക്കരുത്. അതിനെന്ത് വേണം? അതിന് നിങ്ങൾ പെൺകുട്ടികളെ അവർക്ക് കെട്ടിച്ചു കൊടുക്കരുത്. പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാതിരുന്നാൽ പിന്നെ അംഗസംഖ്യ കൂടൂലല്ലോ. അങ്ങനെ അവരുടെ അംഗസംഖ്യ കുറയാനും ഉള്ളവരുമായി നിസ്സഹകരിക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്തു. അൽഹംദുലില്ലാഹ്. പക്ഷേ പ്രതിരോധത്തിൻ്റെ മൺചിറകൾ തകർത്തെറിഞ്ഞ് ഇന്ന് ആദർശ പ്രസ്ഥാനം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ശിർക്കാണ് എന്ന് നാം പറയുമ്പോൾ സമസ്ത പറയുന്ന വാദം കേൾക്കുക. ചോദ്യം: ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. അതെ, അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നതിൻ്റെ വിധി കേവലം അനുവദനീയം മാത്രമാണ്. കൂലിയും കുറ്റവുമില്ലാത്ത വെറും പണി. ബസ്സും കാറും ഫോണും ഉപയോഗിക്കൽ അനുവദനീയം. ഉപയോഗിച്ചാൽ കൂലിയോ കുറ്റമോ ഇല്ല. ഇതിനു വേണ്ടി തമ്മിലടിക്കണോ? ഉപകാരമില്ലാത്ത ഈ പണി നിർത്തിക്കൂടെ? തുടർന്ന് കേട്ടു നോക്കൂ. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്താ? വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഈൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അപ്പോൾ ഇവരുടെ വാദപ്രകാരം കൂടുതൽ ഫലപ്രദം മഹാത്മാക്കളോടുള്ള വിളിയാണ് എന്നർത്ഥം. അള്ളാഹുവിനേക്കാൾ ഇവർക്ക് പ്രിയപ്പെട്ടതും പ്രതീക്ഷയർപ്പിക്കപ്പെടുന്നതും മഹാത്മാക്കളാണ്. ഈ വരികൾ ശ്രദ്ധിക്കുക. മറിച്ച് മഹാത്മാക്കൾ മുഖേനയുള്ള ചോദ്യം അല്ലാതുള്ളതിനേക്കാൾ ഉത്തരത്തിന് അർഹമാണ് എന്നർത്ഥം. ഇവിടെ ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്നേ നാം അവകാശപ്പെട്ടിട്ടുള്ളൂ. ഇത് ഈ ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല, മറിച്ച്
പരിപാവനമായി വിചാരിക്കപ്പെടുന്ന ചില മാലകളിലെ വിഷലിപ്തമായ വരികളുടെ വ്യാഖ്യാനമാണിത്. വീണ്ടും കാണുക. ഗൗസുൽ ആളമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ ആളമാണ്. പിന്നെന്ത് പ്രയാസം? നോക്കൂ, എന്തൊരു അപകടകരമായ വാദമാണിത്. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യന്മാരും വിശ്വസിച്ചിരുന്നോ? എങ്കിൽ അതിന്റെ രേഖ എവിടെ? 2. റാത്തീബുകളും പ്രവാചകകാലവും. രോഗശമനം, ദോഷബാധ തുടങ്ങി പല കാര്യങ്ങൾക്കു വേണ്ടി സമൂഹം ആചരിക്കുന്നതാണ് റാത്തീബുകളും അനുബന്ധ ദുരാചാരങ്ങളും. ഇങ്ങനെ കേരളത്തിൽ നിലനിൽക്കുന്ന ഏതേത് ആചാരങ്ങൾ പരിശോധിച്ചാലും ഈ തവസ്സുലും നമ്മുടെ തബറുക്കും നമ്മുടെ ഇസ്തിഗാസയും ഇവിടെ കുത്താറാത്തിപ്പ് നടക്കുന്ന അതുവരെ അതൊന്നും നമ്മൾ പുച്ഛിച്ചിട്ടും പരിഹസിച്ചിട്ടും കാര്യമില്ല. കുത്താറാത്തിപ്പ് നടത്താൻ പറ്റോ ഇല്ലേ തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളും മൈക്രോവേവ് പ്രസംഗിച്ചിട്ടല്ലോ. കേരളത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ? റിഫായി ത്വരീഖത്തിന്റെ ഇജാത്ത് പ്രകാരം ആ ത്വരീഖത്തിന്റെ ആളുകൾ യഥാവിധി ആ ദിക്ർ ചൊല്ലിക്കൊണ്ട് റിഫായി റാത്തിബ് ചൊല്ലിക്കൊണ്ട് ആ റാത്തിബ് നടത്തുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ആയുധം ഉപയോഗിക്കുന്നുണ്ടോ? അവർക്ക് പരിക്കേൽക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനി റിഫായി റാത്തീബ് കാണുക. വിവിധ താളങ്ങളിൽ അത് നിറഞ്ഞു നീങ്ങുന്നു. പ്രായത്തിന്റെ പ്രതിബന്ധങ്ങൾ മറികടന്നും ഇത് ചെയ്യുന്നത് സ്വർഗം നേടാൻ വേണ്ടി തന്നെയല്ലേ? ഇപ്രകാരം പ്രവാചകൻ ആചരിച്ചത് എവിടെ? സ്വഹാബികൾ ചെയ്തത് എവിടെ? കുത്തുറാത്തീബ് കാണുക. ഇതിന് ഒരു ഉസ്താദ് പറയുന്ന ന്യായം നോക്കൂ. കുത്താറാത്തീബിനെ ഇസ്ലാം എഴുതി തള്ളിയിട്ടില്ല, പക്ഷേ അത് അതിൻ്റെതായ രൂപത്തിൽ. കുത്താറാത്തീബിനെ ഇസ്ലാം എഴുതി തള്ളുകയാണെങ്കിൽ ഓപ്പറേഷന് സംബന്ധിച്ച് എന്ത് പറയാൻ സാധിക്കും? ഓപ്പറേഷൻ അത് കുത്തലും കീറലുമല്ലേ? ഇന്നത്തെ ഓപ്പറേഷൻ വളരെ ആശങ്കാജനകമാണ്. ഹാർട്ടാണ്, ബൈപ്പാസാണ്. പണ്ട് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ റോഡടിക്കലാ, ഇപ്പൊ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഭാഷ. രക്തം നടത്താനുള്ള വേറെ കൊയലും കൊണ്ടൊക്കെ ഒരു ഭാഗം കീറിയിട്ട് മാംസം എടുത്തിട്ട് വേറൊരു ഭാഗം ഫിറ്റ് ചെയ്യലാണ്. അപ്പൊ ഇതെല്ലാം ഓരോരോ ആവശ്യങ്ങൾക്കാണ്. ഇത് ശരീരത്തിന്റെ ആരോഗ്യത്തിനാണെങ്കിൽ ഈ കുത്താറാത്തി മുമ്പ് നടത്തിയത് ഈമാന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ഈമാനാണ്, ഇത് ശരീരത്തിനാണ്. അപ്പോ അതിനാണ് പ്രസക്തി. ഡോക്ടർ നെഞ്ചു കീറുന്ന ലക്ഷ്യമാണോ റാത്തീബിനും ഹദ്ദാദിനുമുള്ളത്? ഇതിനെ എതിർത്താൽ അതോടെ പുത്തൻവാദി. സുഹൃത്തെ, ഇനിയെങ്കിലും ചിന്തിക്കുക. 3. മന്ത്രവാദവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലവും. ഈ വിഷയത്തിൽ മുജാഹിദുകളുടെ നിലപാട് വളരെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ വിവരണം 4-ാം വാള്യത്തിൽ അതാ സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയ ഈ പരിഭാഷ, ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട്. അതിൽ പറയുന്ന വാചകം കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ.
മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം. ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ട് എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ എതിർക്കുന്നവര് അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്ന് എഴുതുകയാണ്. മന്ത്രത്തെ എതിർക്കലല്ല, മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല. അത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ശേഷം പിന്നെയും അതിന്റെ കുറെ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ മന്ത്രത്തെ ആരാ എതിർത്തത്? നമ്മുടെ പരിഭാഷയിലില്ലേ? കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ? മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട്, നിഷിദ്ധമായ മന്ത്രമുണ്ട്. കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ? മന്ത്രത്തെ എതിർത്തിട്ടില്ല. 974 രേഖ ഞാൻ കാണിച്ചു. അതിന്റെ മുമ്പും അതിന്റെ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ. പെണ്ണിന് പള്ളി വിലക്കുന്നവർ നടത്തുന്ന ഈ മന്ത്രവാദം കാണുക. ഇതും സുന്നത്ത് ജമാഅത്താണോ? ഇത്തരം പുത്തൻ ആചാരങ്ങളുടെ തെളിവ് ചോദിക്കുമ്പോൾ മുജാഹിദുകൾക്ക് ദിക്റില്ല എന്ന് പറഞ്ഞ് സമൂഹത്തെ ഇളക്കിവിടുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. നോക്കൂ, ദോഷബാധ അകറ്റാനുള്ള ഈ കർമ്മത്തിന്റെ പ്രമാണം എവിടെയാണ്? പ്രവാചകനും സ്വഹാബികളും ആചരിച്ച മാർഗം നടപ്പിൽ വരുത്തുന്നവർ അതിനുള്ള തെളിവ് ഹാജരാക്കണം. അത് ഒരിക്കലും ഇവർക്ക് സാധ്യമല്ല. 4. നേർച്ചയും പ്രവാചകചര്യയും. നേർച്ച അള്ളാഹുവിന് മാത്രമുള്ളതാണ്. എന്നാൽ ഇന്ന് നേർച്ചയുടെ പേരിൽ നടക്കുന്നത് എന്താണ്? അന്യമത ആചാരങ്ങളും അതിർവരമ്പുകൾ തകർത്തെറിയുന്ന ആഘോഷങ്ങളും ആൺ പെൺ സങ്കലനവും ആർത്തുല്ലസിക്കുന്ന ആഘോഷവേളകളും അധാർമിക പ്രവണതകളുടെ പെരുമഴയുമാണ് ഇന്ന് നേർച്ച. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ചിലർക്ക് ഇതിന് ഒറ്റവാചകത്തിലുള്ള മറുപടി. എന്നാൽ വെടിമരുന്നിനും ആനയെ ആനയിക്കാനും ചെണ്ടമേളത്തിനുമെല്ലാം ഫത്വ നൽകിയതും ഇവരൊക്കെ തന്നെ. ചൂഷണത്തിന്റെ വല വിരിച്ച പൗരോഹിത്യം സാധാരണക്കാരെ കെണിയിൽ വീഴ്ത്തുന്നത് പല വിധത്തിലാണ്. രോഗശമനത്തിനായി രോഗമുള്ള അവയവത്തിന്റെ രൂപത്തിൽ അപ്പമുണ്ടാക്കാനാണ് അപ്പവാണിഭ നേർച്ച. കൈക്ക് സുഖന കയ്യപ്പം നെയ്യപ്പം. ഇത് കുട്ടിയാക്കി ഈ ഇര തൂർന്ന ഈ പാമ്പനപ്പം ഈ ഇരക്കും വേണ്ടി നെയ്യത്താക്കണം. ഈ ഇര ഈ കുട്ടികളെ ഈ പാമ്പുണ്ടാവില്ലോ ഇര തൂർന്ന് ഇരക്ക് അതിന് നെയ്യത്താക്കണം ആ പാമ്പനപ്പം. പിന്നെ ഈ കുരു കിടുമ്പപ്പം എന്നറിയും. കിടുമ്പപ്പം കിടുമ്പിലൊക്കെ കൈക്ക് കിടുമ്പൊക്കെ ഉണ്ടാകുമല്ലോ ആ കിടുമ്പപ്പം. ഇത് ആണിയപ്പം. ഈ കാലിനുണ്ടാവും ആണി. ഈ ആണിന്റെ ആണിരോഗം അതിന് നെയ്യത്താക്കണം. ഇത് പിന്നെ ഇത് പല്ലപ്പം. ഈ പല്ലൊക്കെ വേനൊക്കെ നെയ്യത്താക്കണം. ഇത് കുരുവപ്പം. കൈക്ക് കുരുവൊക്കെ വന്നാൽ ഇത് പിന്നെ ചൊറിയൊക്കെ ഉണ്ടാകും. കൈക്ക് ചൊറി വരുമല്ലോ. കുക്കളിലൊക്കെ ചൊറി വരുന്ന ഈ ചൊറിയപ്പം ഒരു മനുഷ്യന്റെ എല്ലാ അവയവങ്ങളാണ്. ഈ അപ്പങ്ങളാണ് ഇത് മധുരം ഉണ്ടാവില്ല. മനുഷ്യന്റെ എല്ലാ അവയവങ്ങളുള്ള അപ്പങ്ങളത് വെക്കുക. എല്ലാ രോഗത്തിനും ഓരോ കാലിന് സുക്കടത്താക്കും കാലപ്പം ഉണ്ടാവും, കൈക്ക് സുഖം ഉണ്ടാവും. ഈ കയ്യപ്പം വാങ്ങും. ഇതിനെ ഈ കുരുന്ന് കൈക്ക് കുരുണ്ടെങ്കിൽ കുരുപ്പം കൊടുക്കും. ഈ രംഗം സമസ്തയുടെ മേൽനോട്ടത്തിലുള്ള അപ്പവാണിഭ നേർച്ചയിൽ നിന്നാണ്. ഇതെല്ലാം ബഹുജനം ചെയ്യുന്നത് പുണ്യം തേടിയാണ് എന്നോർക്കുമ്പോൾ മനസ്സ് ദുഃഖസാന്ദ്രമാണ്. റബ്ബ് ഈ സമുദായത്തെ നേർമാർഗത്തിൽ ചേർക്കട്ടെ. ആമീൻ. 5. കെട്ടിയുയർത്തപ്പെട്ട ഖബറുകൾ.
ലോകാനുഗ്രഹിയായ തിരുദൂതർ തന്റെ അന്തിമ നിമിഷങ്ങളിൽ പോലും പഠിപ്പിച്ച കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യയാത്രയാകുമ്പോൾ മരണവേദനയ്ക്കിടയിൽ അരുതെന്ന് പറഞ്ഞ കാര്യമെങ്കിലും നാം ചെയ്യാതിരിക്കേണ്ടതല്ലേ സഹോദര? ജൂതന്മാരെയും ക്രൈസ്തവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കാരണം അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി. പ്രവാചകൻ ലോകത്തോട് അവസാനം സംസാരിച്ച കാര്യങ്ങളിലൊന്നാണിത്. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായമോ ഊരും പേരും അറിയാത്തവരെ പോലും ആരാധിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, സ്വപ്ന സാക്ഷാത്കാരങ്ങൾ തേടി അവരുടെ മുന്നിൽ ആർത്ത് കരയുന്നു. കല്ലിനെ ആരാധിക്കുന്ന സ്ഥലങ്ങൾ വരെയുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും. ഇത് നാട്ടുകൽ മഖാം. നോക്കൂ, വിളക്ക് പുകയുന്നത് ഖബറിൻ മുകളിലല്ല, കല്ലിനരികിലാണ്. ഈ കല്ലിൽ നിന്ന് അടർന്നു വീണ കഷ്ണം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആരാണിവിടെ കിടക്കുന്നത്? ആരെയാണ് വിളിക്കുന്നത്? നടത്തിപ്പുകാർക്ക് പോലും അറിയില്ല. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞു? അതിപ്പെട്ട പേരാണ്. അയാളെ പേര് ശരിക്കും അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല. അത് ഇസ്ഹാഖ് വലിയുള്ള നാട്ടിൽ. ഇസ്ഹാഖ് വലിയുള്ള. അതിപ്പോ അത് അയാളെ പേര് നമുക്ക് പിന്നെ ഇട്ടിട്ടും കണ്ടിട്ടും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു പേര് കിട്ടുന്നു. അല്ലാതെ അയാളെ പേരെന്താണ്, അയാളെ ഏടെ സ്ഥലം, ഏതാ രാജ്യം എന്നൊന്നും അറിയില്ല. ഈ പേര് ഇട്ടത് ആരാണ്? അതിവിടെ പിന്നെ എല്ലാവരും കൂടിയിട്ടിട്ടൊന്നും മാത്രം എന്തെങ്കിലും ഒരു പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് അത് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ ആ പേര് വേണ്ട, അയാൾക്ക് തിരുപ്പതി ഇല്ലെങ്കിൽ നമ്മൾ ആ പേര് ഇടണ്ട. അപ്പൊ വലിയുള്ളാക്കി അവിടെ പേര് അവിടെ എഴുതിയിട്ടില്ലേ, ആ പേരാക്കി. പിന്നെ ആ പേര് വേണ്ടാന്ന് പറഞ്ഞു. അതിപ്പോ അയാൾക്ക് തിരുപ്പതി ഉണ്ടോ, അയാളെ പേരെന്താണെന്നൊന്നും ഞമ്മക്കറിയില്ല. അപ്പൊ ആ പേര് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാച്ചു. എവിടുന്ന് വന്നത് അതൊന്നുമില്ല, അവിടെ കാണപ്പെട്ടപ്പോ ആ യാറ അങ്ങനെ കണ്ടതാണ്. അപ്പൊ ഈ പള്ളിയുടെ മുമ്പ് ഉണ്ടാകണം. മരവും ആരാധ്യവസ്തു തന്നെ. ഇവിടെ ഖബറില്ല. ഒടിഞ്ഞു വീണ മരക്കൊമ്പിലെ ഈ തൊട്ടി, കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയെ നൽകുന്ന തൊട്ടിയാണിത്. അവിടെയും അർദ്ധനഗ്നയായ സ്ത്രീ വന്നാൽ സമുദായത്തിലെ പണ്ഡിതർക്ക് പ്രശ്നമില്ല. എന്നാൽ പള്ളിയിൽ വരുന്നത് മഹാകുറ്റവും. സുഹൃത്തെ, ഇത് താങ്കളോടുള്ള ഗുണകാംക്ഷയാണ്. കേട്ടുപോയ അക്ഷരക്കൂട്ടങ്ങളും മിന്നിമറഞ്ഞ കാഴ്ചകളും മനസ്സിനോട് നിർദ്ദേശിക്കുന്ന തിരുത്തുകൾ കൂടുതൽ പഠനവിധേയമാക്കുക. സുഹൃത്തെ, ഒരു പരിശോധനയാണ് നടന്നത്. ഇനിയുമേറെ പഠിക്കാനുണ്ട്. തയ്യാറെങ്കിൽ സഹായിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. ആത്മവിചിന്തനങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം. ഈ മങ്ങിയ കാഴ്ചകളും പതിഞ്ഞ സ്വരവും ഇവിടെ അവസാനിക്കുന്നു. ശരീരം പുഴുവരിക്കുന്ന ശ്മശാന മൂകതയിലേക്ക് യാത്ര പുറപ്പെടും മുമ്പ് തിരുത്തുക. നാഥൻ അനുഗ്രഹിക്കട്ടെ.